ജനകീയ പ്രക്ഷോഭ ജാഥയുടെ വരവറിയിച്ചുകൊണ്ട് പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളംബര ജാഥ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥ DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പിറവം ടൗൺ ചുറ്റി മാമലക്കവലയിലാണ് വിളംബര ജാഥ സമാപിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ ജാഥ ഫെബ്രുവരി 20 മൂവാറ്റുപുഴയിൽ എത്തിച്ചേരും. ജാഥയുടെ വരവറിയിച്ചുകൊണ്ട് പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥ പിറവം ആശുപത്രി കവലയിൽ DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും നടത്തുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരായി ജനങ്ങളെ ഉയർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ 2 ടേമായിട്ട് തുടരുന്ന പിണറായി വിജയൻ്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരായി ജനവികാരം ഉയർത്തിക്കൊണ്ടുള്ള ഈ യാത്രയ്ക്ക് കേരളത്തിലുടനീളം ആവേശോജ്വലമായ സ്വീകരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തോമസ് മല്ലിപ്പുറം, ഷാജു ഇലഞ്ഞിമറ്റം, തമ്പി പുതുവാക്കുന്നേൽ, ഏലിയാസ് ഈനാക്കുളം, പ്രശാന്ത് മമ്പുറത്ത്, ജെയ്സൺ പുളിക്കൽ, പ്രദീപ് കൃഷ്ണൻകുട്ടി, സിറിൽ ചെമ്മനാട്ട്, ഷാജു മധുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിളംബര ജാഥ പിറവം ടൗൺ ചുറ്റി മാമലക്കവലയിൽ സമാപിച്ചു. മാമലക്കവലയിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി PC തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിജയനാണെങ്കിൽ വിജയിക്കാനേ അറിയത്തില്ല, അങ്ങനെ അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുക. പിണറായി വിജയൻ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നത്തിൽ ഒരു രക്ഷയുമില്ല എന്നുള്ള നിലയിലെത്തി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിനും ഒരു വിവരവുമില്ല. മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സമസ്ത മേഖലകളിലും പരാജയമായി മാറിയിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവിധിയാകണം ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് നേതാക്കളായ സാജു കുറ്റുവേലിൽ, ടോണി ചെട്ടിയംകുന്നിൽ, സന്തോഷ് വാഴപ്പിള്ളിൽ, ജെയിംസ് കുറ്റിക്കോട്ടയിൽ, MK ശിവഗിരി, ജോർജ് നെടിയനിക്കുഴിയിൽ, ബെന്നി പുരവത്ത്, ലാസർ കോനാമ്പുറം, റെജി മന്നാച്ചി, ബിജു തുരുത്തിക്കാട്ടിൽ, ശ്രീജിത്ത് പാഴൂർ, സൈജു മണ്ഡപത്തിൽ, VV സത്യൻ, ജോർജ് പ്ലാത്തോട്ടം, ബൂത്ത് പ്രസിഡന്റുമാരായ രാജു ഇലവനാൽ, മോഹനൻ ചിറക്കൽ, തോമസ് വെട്ടിയങ്കണ്ടത്തിൽ, ബാബു മമ്പുറത്ത്, റോയ് വള്ളവത്താട്ടിൽ, ജിജോ കുര്യൻ, ജോസ് നെടിയനിക്കുഴിയിൽ, രാജീവ് കല്ലുംകൂടം, ജോണി പറപ്പിള്ളിൽ, ബേബി കാളിയാമ്പുറം, വിനോദ് ഇലന്നിക്കൽ പുത്തൻപുരയിൽ, പൗലോസ് പറമ്പാത്ത്, മാത്യു മൈലാടിയിൽ, സോജൻ P മാത്യു, രവി മുള്ളൻകുഴിയിൽ, വർഗീസ് തൂമ്പാമ്പുറം, സാജു കല്ലുമാരി, സാബു തൈക്കുടം, ബാബു കൈനിയിൽ, ജേക്കബ് കണ്ടംകുളങ്ങര, സ്വർണൻ പാഴൂർ, സണ്ണി കവണട്ടയിൽ, ബാബു മേടമന, ജെയിംസ് മധുരയിൽ, കുഞ്ഞുമോൻ കാനിരം കണ്ടത്തിൽ, ജോളിമോൻ കൊമ്പനാൽ, സുകുമാരൻ കോലത്ത് നിരപ്പയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.